അല്ലേ? നല്ല കലാകാരന്മാരെ അംഗീകരിക്കുന്ന മനസ്സുണ്ട്, കോമഡിക്കാരെ അംഗീകരിക്കും ഞാൻ. ഒരു സെക്കൻഡ് ഒരു ഗ്യാപ്പ് തരുമോ? ഞാൻ നേരത്തെ ചോദിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിക്കും, അല്ലെങ്കിൽ 2 ചപ്പാത്തി കഴിക്കും, അല്ലെങ്കിൽ രാവിലെ നിങ്ങൾക്ക് ഒരു 12 ചപ്പാത്തിയും കുറെ പൊറോട്ടയും കുറെ ചില്ലി ചിക്കനും കുറെ ഫ്രൈഡ് റൈസും നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവോ? ആവശ്യത്തിൽ കൂടുതൽ 12 ചാനലിലും കോമഡി വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് സെലക്ട് ചെയ്യുന്ന അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഓണത്തിനടുക്ക് കൂട്ടുവെച്ചടം മാത്രമായിരുന്നു, ഒരു 12 ഓണത്തിനടുക്ക് കൂട്ടുവെച്ചടം. ഇതെല്ലാം നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ കോമഡിയിൽ. അത് മിമിക്രിയിൽ മാത്രമല്ല, എല്ലാ കലാരൂപങ്ങളിലും മൂല്യച്യുതി സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് അവിടെ നിൽക്കുകയും ചെയ്യുന്നു. പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന പലതും മാത്രമാണ് നിലനിൽക്കുന്നത്. അത് മിമിക്രി മാത്രമല്ല, എല്ലാ കലാരൂപവും അങ്ങനെ തന്നെയാണ്. രാമേന്ദ്രജി, സെൽവരാജിന് റിപ്ലൈ പറയാനുണ്ട്. മൂല്യച്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കലാരൂപങ്ങൾക്കും ഉണ്ടല്ലോ സാർ, എല്ലാത്തിലും ഉണ്ട്, മനുഷ്യർക്ക് പോലും ഉണ്ടാവുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതൊരു വലിയ വിഷയമായിട്ട് ഒരു കലാരൂപത്തെ ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാത്തിലും ഉണ്ട്. ചർച്ച ചെയ്യുന്ന മിമിക്രി, അത് മിമിക്രിയിലുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട്. പണ്ട് കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഒരു കോമഡി ഉണ്ടായിരുന്നു. ഇപ്പൊ കുടുംബാംഗങ്ങളുടെ ഇടയിൽ കോമഡി ഇല്ല. അതുകൊണ്ട് തന്നെ പോലുള്ള ഗ്രഹനാഥന്മാരായ കോമഡി പോകത്തില്ല. ഇല്ല, കോമഡി ഇല്ല. ഇപ്പൊ നിലവില് നമ്മളിപ്പോ കാണുന്ന കോമഡികളെല്ലാം അതുകൊണ്ടാണ് ഇത്രയും അമ്പലങ്ങളിൽ ഞങ്ങൾ ഇന്നും പരിപാടി എടുത്ത് ജീവിക്കുന്നവരാണ്. ഇല്ല എന്ന് പറയുന്നത് സാറിന്റെ മാത്രം വ്യക്തിപരമായ രണ്ട് കോമഡി കൂടുതൽ കോമഡി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി നിലവാര തകർച്ച തന്നെയാണ്. പറയണം. കാരണം ഞങ്ങള് പെൺകുട്ടികളും ഈ ഒരു പരിപാടിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പരിപാടിയാണ്. അപ്പൊ ആ നിലവാര തകർച്ച എന്താണെന്ന് പറഞ്ഞെങ്കിൽ പരിപാടികളില് ഒരു കോമഡി ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പൊ ആസ്വദിക്കുമ്പോൾ താങ്കൾ ശരിക്കും ടിവിയിൽ കാണുന്ന പ്രോഗ്രാം കാണാറില്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടോ? എല്ലാരും പറഞ്ഞു. ഞാൻ കാണാറുള്ള ആളാണ്. കുടുംബമായിട്ട് ആസ്വദിക്കും. കുടുംബമായിട്ട് വീട്ടിൽ ഇരുന്ന് ടെലിവിഷൻ കാണുന്നു. ഓരോ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ആ പരിപാടിയിൽ ഒരു നിലവാരമുണ്ട്. ഏതാണ് പ്രശ്നം? പറഞ്ഞോളൂ. ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയിൽ എന്താണ് നിലവാരക്കുറവ്? ഞങ്ങളൊക്കെ ഞങ്ങൾ ഇത് ഐറ്റം വേറെ എന്നുള്ള ഷോയാണ് ഒരു 1.5 വർഷമായിട്ട് ചെയ്യും. അതില് ഇത് ഐറ്റം വേറെ എന്നുള്ള പരിപാടി കൊണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. കൂടാതെ സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും അവതരിപ്പിക്കുന്ന കോമഡിയില് ചേട്ടൻ കണ്ടിട്ടുള്ള ഏത് സ്കിറ്റിലാണ് നിലവാരമില്ല? ഞാൻ കാടടിച്ചു വെടി വെച്ചല്ല, കുറെ ഇതിലെല്ലാത്തിലും പൂർണ്ണമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെയൊക്കെ നല്ല അഭിനയിക്കാൻ കഴിയുമല്ലോ. സൂപ്പർ സ്റ്റാർ പേര് പറയാം ജയറാം ഒരു വിദേശ പരിപാടിയിൽ ഒരു കോമഡി അവതരിപ്പിച്ചു. അദ്ദേഹം സ്ത്രീ വേഷം കെട്ടിയിട്ട് വൾഗറായിട്ട് വസ്ത്രധാരണം നടത്തിക്കൊണ്ട് വന്നിട്ട് സ്റ്റേജിൽ പരിപാടി നടത്തുക. ഈ ജയറാം അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമല്ലേ? സ്ത്രീവേഷം കെട്ടിക്കോട്ടെ, അത് ബ്രേസറിന്റെ പരസ്യമാകാൻ പാടുണ്ടോ? സ്ത്രീവേഷം കെട്ടിക്കോ, അതിന്റെ പരസ്യമായി കഴിഞ്ഞാൽ ശരിയാവോ? ജയറാമിന്റെ അല്ല ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള കോമഡി വളരെയധികം ആസ്വദിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഈ കഥാപ്രസംഗ രംഗത്ത് ഇറങ്ങുമ്പോൾ ഞാനും 81 കഥാപ്രസംഗ രംഗത്ത് വന്ന അന്ന് നമ്മൾ കഥാപ്രസംഗത്തിന് വേണ്ടിയിട്ട് ഇവരെയൊക്കെ മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവരുടെ കോമഡി. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അല്ല, ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ അതിൽ നിന്നും ഒരുപാട് മാറിയിട്ട് ഒരിക്കൽ അവതരിപ്പിച്ച ഒരു പ്രോഗ്രാം വീണ്ടും അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവർത്തന വിരസത. അതെ സാർ പറഞ്ഞു വരുന്നതേ, ഈ നമ്പറൊന്നും പുള്ളിക്ക് കിട്ടുന്നില്ല. മോഷ്ടിക്കാൻ നോക്കിയിട്ട് ഒക്കെ പഴയ നമ്പറാ കളിച്ചോണ്ടിരിക്കണം. അതിന് പുള്ളി നിരാശനാണ്, വളരെ നിരാശ. അതുകൊണ്ടാണ് നിലവാരം പോരാ, കോമഡി ഇല്ലാന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.